റിയാന്തയ്ക്ക് എന്ത് കാണാൻ വന്നതാ? ഷോർട്ട് വീഡിയോ എടുക്കില്ല. ഇല്ല, ഞാൻ ലോങ് വീഡിയോ. പറഞ്ഞോ. ഞങ്ങളെ നാട്ടില് ഒരു ഉത്സവമാണ്. പിന്നെ നമ്മളെ മാനവീരത്തിലുള്ള അമ്പലത്തിലെ നരസിംഹമൂർത്തി സന്താന ഗോപാലസ്വാമി ക്ഷേത്രം അവിടുത്തെ ഉത്സവമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പിന്നെ എന്താ റോഡ് ഷോ ഉണ്ട് അവിടേക്ക്. ഞങ്ങളെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ട് ഗൈസ്. അതെ, റോസിന്താത്തയുണ്ട്, എല്ലാവരും ഉണ്ട് ഗൈസ്. ആ ഭാഗത്തൊക്കെ എല്ലാവരും നിൽക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആണ്. എല്ലാവരും അപ്പോൾ ഞങ്ങളെ കാണാൻ വേണ്ടി നിൽക്കുക. അടിപൊളി. അതിൻ്റെ ഇടയിൽ കൂടെ 6 മണിക്കെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ നല്ല മഴ പെയ്ത് അതുകൊണ്ട് 6 മണിക്ക് ഓൾക്ക് റാലി നടത്താൻ പറ്റില്ല കേട്ടോ. അപ്പോൾ 7:30 മണിക്കാണ്. ഞങ്ങളിതങ്ങനെ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഓ, അങ്ങനെ ഗൈസ് ഇവരിതാക്കുന്ന ഓരോരുത്തർ വിളക്കൊക്കെ വെച്ചിട്ട് നല്ല താലപ്പൊലിയിൽ നല്ല സെറ്റ് സാരി കൊടുത്തിട്ട് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. ഇവരൊക്കെ നമ്മളറിയുന്ന കുറേ ആൾക്കാരാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് ഇവർ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ താലപ്പൊലിയായിട്ട് പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഞങ്ങളെ നാട്ടിലെന്ന് വെച്ചാൽ എല്ലാ മതസ്ഥരും നല്ല ഒരുപോലെ ഒരുമയുള്ളൊരു നാടാണ് കേട്ടോ. ഇപ്പോൾ ഒരു മുസ്ലിംസിൻ്റെ എന്തെങ്കിലും പരിപാടിയാണെങ്കിലും അതേപോലെ ഹിന്ദുസിൻ്റെ പരിപാടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സൗഹൃദത്തിൽ പോകുന്നൊരു നാടാണ് കേട്ടോ നമ്മളെ നാട്. അങ്ങനെ ഇതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഡാൻസ് ഉണ്ട് കേട്ടോ ഈ ഇതിൽ. അപ്പോൾ അടുത്തതാക്കുന്ന പോലെ ഡാൻസാണ് കേട്ടോ. നല്ല അടിപൊളിയായി. സൂപ്പർ സൂപ്പർ. ഹായ്, ഞങ്ങൾ നിങ്ങളെങ്ങനെ നോക്കി നടന്ന് കൊറേ. ഹായ്, അങ്ങനെ ഉണ്ടല്ലേ. അങ്ങനെ ഗൈസ് താലപ്പൊലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് കോഴിക്കോട് ബീച്ചിലോട്ടൊന്ന് പോയിട്ടോ. ജസ്റ്റ് അവിടെ ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് പോകാനുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ പോയതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ബീച്ചിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. അപ്പം ബീച്ചിലെ കുറച്ച് വിശേഷങ്ങൾ കാണാൻ. ഹലോ ഗൈസ്, ഞങ്ങളിതാ ഇപ്പം കാലിക്കറ്റ് ബീച്ചിലാണ് കേട്ടോ.
അതെന്തായാലും കാട്ടി. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങള് ബീച്ചിലാണ്. ഇത് എവിടെയാണ്? മുക്കാർ ബീച്ചോ? ഏത് ബീച്ചാ? ഏത് പാലം? കോതിപ്പാലം. ഇത് കോതിപ്പാലം ബീച്ചിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് ടാറ്റ കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിതങ്ങനെ എല്ലാ അതെ റോഡിലൂടെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ പോവുക. ഓരോ ഫുഡുകളും വാങ്ങി കഴിച്ച് അങ്ങനെ പോവാണ്. നല്ല അടിപൊളി ഓരോ എന്താ പറയുക, ഫിഷിൻ്റെ അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. സൂപ്പ് ഉണ്ട്, മറ്റേ ലോഡർ ഫ്രൈസ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ പോവുകയാണ്. ഞാനാണെങ്കിൽ വൈ പറഞ്ഞിരുന്നത്, കാരണം ഞാൻ വീഡിയോയിലായിപ്പോയി ഗൈസ്. നല്ല കാറ്റുണ്ട്, എന്താ അടിപൊളി കാറ്റ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഐശ്വര്യൻ്റെ ഒക്കെ വാങ്ങി കഴിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾക്കൊരു ക്ഷണം ഉണ്ടായിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അവിടെ ഹൗസ് വാമിംഗ് ഒന്നും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലേ. അപ്പോൾ അവൻ എന്തായാലും ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കോഴിക്കോടുള്ള ഞങ്ങളെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവുകയാണേ. ഗൈസ്, ഞങ്ങൾ ഇതാക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്താ വാങ്ങിയേ? ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടാണ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഗൈസ്, ഇതാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ വീട്. മാഷാല്ലാ. എന്ത് ഗൈസ്, ഞങ്ങളിവിടെ എത്തിയിട്ടോ. ഇപ്പം എല്ലാവരും റെസ്റ്റിലാണ്. ഞാനും കാറിലും കൂടെ പോന്നിട്ടും റെസ്റ്റ്. നീ അറിയോ? ഇല്ലേ? എന്താ എൻ്റെ പേര്? എന്തിനാ കരനെ? എന്തിനാ ഈ കരനെ? സത്യം എന്തിനാ കരനെ? ആരെ കാട്ടി? കുട്ടിനെ ആരെ കാട്ടി? ആരെ കാട്ടി? ഇതാരാ? ഇതാരാ? നമുക്ക് ജോഷ് വേണോ? ജോഷ് വേണോ? തണുപ്പ് ഓടിക്കലുണ്ടോ? റിലുമോളെവിടെ? കസാല എടുക്കണോ? ഈ കോഴിക്കോട്ടുകാർ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമാണ് കേട്ടോ. കാരണം അവരെന്ന് വെച്ചാൽ, ഞാനും കോഴിക്കോട്ടുകാർ തന്നെയാണ്, പക്ഷേങ്കിൽ ഞങ്ങൾ പ്രോപ്പർ ടൗണിലല്ലല്ലോ നമ്മൾ വരുന്നത്, നമ്മൾ കൊടുവള്ളിയാണല്ലോ. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ, കോഴിക്കോട്ടുകാരെന്ന് വെച്ചാൽ ഒരു ഫുഡ് കൊണ്ടാണ് കേട്ടോ നമ്മളെ സ്നേഹം ഇതാക്കുക എന്ന് പറയല്ലോ. നല്ല വെറൈറ്റി ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. അങ്ങനെ ഇതാക്കുന്ന ഇവൻ്റെ വീടാണ് കേട്ടോ. ഇത് അടിപൊളി വീടാണ്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൗസ് വാമിങ്ങിനൊന്നും നമുക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട് കാണാനും എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. നല്ല അടിപൊളി വീടാണ് കേട്ടോ അവൻ്റെ വീട്. അങ്ങനെ ഇതാക്കുന്ന ഞങ്ങൾ വീടൊക്കെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ. 3 നിലയിലായിട്ടാണ് കേട്ടോ വീടുള്ളത്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ വീടുകളൊക്കെ, ഇൻറ്റീരിയലൊക്കെ ആയാലും സൂപ്പറാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ ഉമ്മയും പിന്നെ ഏട്ടൻ്റെ വൈഫും മക്കളുമാണ് കേട്ടോ ഉള്ളത്. മക്കളൊക്കെ ഇതാക്കുന്ന ഫോണിൽ കളിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ വീട് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വീടൊക്കെ ഫുള്ള് കാണുകയാണ് കേട്ടോ. ചെടികൾ എവിടെ കണ്ടാലും ഞാനൊന്ന് നോക്കും കേട്ടോ. എനിക്കിഷ്ടമാണ് ചെടികൾ. പക്ഷേ എൻ്റെ വീട്ടിൽ ചെടിയൊന്നുമില്ല, പക്ഷേ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചെടി ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത് കാണാൻ കേട്ടോ. അപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ ഉമ്മ മൊത്തം ചെടി വളർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഒരു വീട്ടിൽ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ. എനിക്ക് പിന്നെ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല. പക്ഷെ എൻ്റെ ഉമ്മക്ക് ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് വെള്ളത്തിൻ്റെയൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടൊന്നും ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ അധികം ചെടിയൊന്നും ഉണ്ടാക്കാറില്ല.
അങ്ങനെ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ അടിപൊളി കിട്ടോ. ഫുഡ് വേണ്ട ഷാനു, ഫുഡ് വേണ്ട ഫുഡ് വേണ്ട ഫുഡ് വേണ്ട. ഫുഡ് വേണ്ട എനിക്ക് ഫുഡ് വേണോ? കയ്യെ കെട്ടെ ആണോ? റിയലി എനിക്ക് ഫുഡ് വേണോ? ഫുഡ് കഴിക്കുന്നില്ലല്ലോ. ഞാൻ ഫുഡ് കഴിക്കുന്നില്ല. കയ്യെ വെറൈറ്റി കുറെ ഫുഡുകളൊക്കെ അവർ ഉണ്ടാക്കി സെറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. കടുക്ക, ഫിഷ്, ഷാനോ കഴിച്ചോ? ഓ വെള്ളം മറ്റോ വെച്ചില്ല. കടുക്ക ഫ്രൈ ഷാനോ. കടുക്ക ഫ്രീയാ. ഇതാണ് ഗ്രീൻ മീൻ. കടുക്കയാണ് അടിപൊളി. ഷാനോ, നമുക്ക് എന്താ എന്താണ് പറയാനുള്ളത്? അടിപൊളി സൂപ്പർ ഗൈസ്. കടുക്ക കടുക് പൊളി. കരിമീൻ. ഞങ്ങൾ എടുത്തോളാം. ഇവരാണ് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ കാത്തിക്കായിരുന്നു. അല്ല ഈ ഫുഡ് കഴിച്ചോ? എന്നാ വേഗം കഴിക്കേ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഓവർ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, ഒരു ഫാമിലിയൊക്കെ ഉള്ളതല്ലേ. അപ്പം നമ്മൾ അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. കടുക്കയും നെയ്മീനും കരിമീനും എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവനോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അവൻ എന്താ വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഫിഷ് ഐറ്റംസ് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എല്ലാ തരം ഫിഷ് ഐറ്റംസും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ എൻ്റെ ഉമ്മ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ എന്താ പറയുക, ഇർഷാദിൻ്റെ ഉമ്മക്ക് വളരെയധികം താങ്ക്സ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി ഫുഡ് തന്നതിനും ഒക്കെ തന്നെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇതാക്കുന്ന തിരിച്ച് വീട്ടിലെത്തി. മക്കളൊക്കെ ഇതാ നല്ല ഉറക്കിലാണ് കേട്ടോ. ഞങ്ങൾ 12 മണിയൊക്കെ ആയതിനു ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.